പഴയ കാലത്തെ യൂറോപ്യൻ നാടോടി കഥകളിലൊക്കെ ഉണ്ടല്ലോ, വേരൊക്കെ പറിച്ചെടുത്ത് വഴിപോക്കരുടെ പുറകെ പോയിട്ട് അവരെ വഞ്ചിച്ച് കടത്തിക്കൊണ്ട് പോകുന്ന ഒരു ദുഷ്ടാത്മാവായിട്ടുള്ള മരമായിട്ട് ചിത്രീകരിച്ചിരുന്ന ഒരു മരമാണ് വീപ്പിംഗ് വില്ലോ എന്നറിയപ്പെടുന്ന ഈ ഒരു മരം. നാട്ടിലെ പാലമരത്തിന്റെ മണത്തിനൊക്കെ ഒരു വശ്യത ഈ മരത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ജന്മപ്രദേശമായിട്ടുള്ള ചൈനയിൽ നിന്നുണ്ടല്ലോ BC 3-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് സിൽക്ക് റൂട്ട് വഴി ഇന്നത്തെ ഇറാഖായിട്ടുള്ള പഴയ ബാബിലോണിയയിലേക്ക് ഈ മരം എത്തുന്നത്. അവിടെ നിന്ന് പിന്നീട് കാലങ്ങളെടുത്ത് യൂറോപ്പിലേക്കും പിന്നീട് 17-ാം നൂറ്റാണ്ടിലാണ് UK യിലേക്ക് ഈ മരം എത്തുന്നത്. പഴയകാല നാടോടി കഥകൾ മുതൽ ഷേക്സ്പിയറിന്റെ കഥകളിൽ വരെ ഉണ്ടല്ലോ വീപ്പിംഗ് വില്ലോനെ ചിത്രീകരിച്ചിരിക്കുന്നത് സങ്കടത്തിന്റെ അല്ലെങ്കിൽ നിരാശ കാമുകത്തിന്റെ പ്രണയ നൈരാശ്യത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ ഇവനൊരു ഒന്നൊന്നര കഴിവ് ഏറിയവൻ തന്നെയാണ്. പഴയ കാലത്ത് ആളുകളൊക്കെ പനിക്കും തലവേദനക്കൊക്കെ ആയിട്ട് ഈ മരത്തിന്റെ തൊലി ചവച്ചരച്ച് തിന്നുവാർന്നു. കാരണം ഉണ്ടല്ലോ ഇവന്റെ തൊലിയിൽ സാലിസിൻ എന്ന് പറഞ്ഞ ഒരു ആസിഡ് ഉണ്ട്. ഇത് വേർതിരിച്ചാണ് പിന്നീട് ലോകപ്രശസ്തമായിട്ടുള്ള ആസ്പിരിൻ എന്ന് പറഞ്ഞ മരുന്നുണ്ടല്ലോ അതുവരെ പിറവി കൊണ്ടത്. നമ്മുടെ സച്ചിന്റെയും വിരാട് കോഹ്ലിയുടെ ഒക്കെ ബാറ്റ് ഉണ്ടല്ലോ അതുണ്ടാക്കുന്നതും ഈ മരത്തിന്റെ തടിയിൽ തന്നെയാണ്. വെള്ളമുള്ള പ്രദേശം നോക്കിയിട്ട് കിലോമീറ്ററുകളോളം യാത്ര ചെയ്യാനുള്ള കഴിവ് ഇവന്റെ വേരുകൾക്കുണ്ട്. അങ്ങനെ മൊത്തത്തിലുണ്ടല്ലോ ഔട്ട്ഫിറ്റുകൾ കൊണ്ട് മാത്രമല്ല ഉപകാരങ്ങളിലും വീപ്പിംഗ് വില്ലോ എന്ന് പറഞ്ഞ ഈ മരം അടിപൊളിയാണ്.